സക്സസ് ഹാസ് മെനി ഫാദേഴ്സ് ബട്ട് ഫെയിലിയർ ഈസ് ആൻ ഓർഫൻ. കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിജയം, ഒരു കാര്യം വിജയിച്ചു കഴിഞ്ഞാൽ അതിന് ഒത്തിരി ഒത്തിരി ഫാദേഴ്സ് ഉണ്ട്. അത് ഏറ്റെടുക്കാൻ ധാരാളം ആളുകളുണ്ട്. ഓക്കെ, പക്ഷെ ഒരു കാര്യം ഫെയിലിയറായി. ഇപ്പൊ നമ്മൾ അവിടെ ചന്ദ്രനിലേക്ക് വിട്ടു, അവിടെ ചന്ദ്രനിൽ അത് ചെയ്യുന്നില്ലെന്ന് വെച്ചു, ഫെയിലിയറായി. അപ്പൊ അത് എന്താ കാരണം? ആരാണ് ഇതിന് ഉത്തരവാദിത്വം ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളില്ല. അതേസമയം അത് ചന്ദ്രനിൽ ഇറങ്ങി വലിയ സക്സസ് ആയി. അപ്പോൾ ഉടനെ എല്ലാ ആളുകളും ഞാനാണ് ചെയ്തതെന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയാണ് ജീവിതം. ഈ ജീവിതം അങ്ങനെയാണ്, നമ്മളാരും പരാതിപ്പെട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ അത് പരാജയപ്പെട്ടാൽ നമുക്ക് ബ്ലെയിം കിട്ടും. നമ്മൾ നല്ല ഒരു ഇന്റൻഷനോടെ പോസിറ്റീവായിട്ട് വളരെ നല്ല കാര്യം ചെയ്യാനാണ് പുറപ്പെട്ടത്, ശരിയാണ്, ചെയ്തതും അങ്ങനെ തന്നെ. പക്ഷേ അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ബ്ലെയിം വരാനുള്ള സാധ്യതയുണ്ട്. അത് ജീവിതത്തിലൊരു പൊതുവായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ അതിൽ നമ്മൾ അതിൽ വളരെ ആത്മാർത്ഥതയോടെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇതിൽ പരാജയപ്പെടുകയില്ല. എനിക്കങ്ങനെ വലിയ പരാജയങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല. ഞാൻ ചെയ്യാൻ പുറപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാനത് വളരെ പരാജയപ്പെടാത്ത രീതിയിൽ തന്നെ മുഴുവൻ എഫർട്ട് കൊടുത്ത് അത് വിജയിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതുകൊണ്ട് പരാജയപ്പെടുമായിരുന്ന കാര്യങ്ങളും നമ്മളത് പരാജയമല്ലാതെ വിജയമാക്കി മാറ്റി. അപ്പം അങ്ങനെയുള്ളതായതുകൊണ്ട് അത്തരം വലിയ സന്ദർഭങ്ങളൊന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ ചെയ്യാൻ പുറപ്പെടുന്ന കാര്യം, നല്ല രീതിയിൽ ചെയ്യാൻ പുറപ്പെടുന്ന കാര്യം എന്തെങ്കിലും കാരണവശാൽ പരാജയപ്പെട്ടാൽ ചിലപ്പോൾ അതിന് ബ്ലെയിം വരും. അപ്പം നിങ്ങളതിന് നേരിടാൻ റെഡി ആയിരിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അങ്ങനെ പരാജയം ഉണ്ടാവില്ല. നമ്മൾ ശരിയായ രീതിയിൽ അത് പ്ലാൻ ചെയ്ത് ശരിയായ രീതിയിൽ കഠിന പരിശ്രമം ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടേണ്ട കാര്യമില്ല.